പെയ്തൊഴിയാത്ത കണ്ണുനീരിനെ നിറപുഞ്ചിരിയോടെ അതിജീവിച്ച ചാരുവിന്റെ കഥ പെയ്തൊഴിയാതെ ഇന്നു മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. 20 പവന് അത്രയൊന്നും കിട്ടില്ല മാമ. സ്വർണത്തിനിപ്പം നല്ല വിലയുള്ളതുകൊണ്ട് ഫൈനാൻസ് കമ്പനിക്കാര് ഒരു 10 ലക്ഷം രൂപയെങ്കിലും തന്നേക്കുമായിരിക്കും. ഈ ബ്ലേഡേ അതിനൊക്കെ ഇരട്ടി പലിശ കൊടുക്കണ്ടടാ. അത് വേണം. ബാങ്കിൽ വെച്ച മാക്സിമം ഒരു 7.5 ലക്ഷം രൂപയെങ്കിലും കിട്ടുമായിരിക്കും. ആ സ്വർണം വെച്ച് കണക്ക് കൂട്ടിയിട്ട് എന്താ കാര്യം? അത് പണയം വെക്കണ്ടെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ. ആ സ്വർണം പണയം വെക്കുന്നതിലല്ലേ പ്രശ്നമുള്ളൂ. അതുകൊണ്ട് ഈ ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കാലോ. ഈ ബാങ്ക് ലോക്കറിൽ സ്വർണം സൂക്ഷിച്ച ബാങ്കുകാർ പണം തരുമോ? മാവൻ എന്തായി പറയുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ തുറന്നു പറ. അല്ല, നിന്റെ വിഷമം കണ്ടപ്പോ അത് തീർക്കാൻ എന്താ ഒരു വഴിന്ന് ആലോചിക്കായിരുന്നു ഞാൻ. എന്റെ മകളുടെ 10-70 പവൻ സ്വർണം എന്റെ ബാങ്ക് ലോക്കറിൽ കിടപ്പുണ്ട്. അവളും ഹസ്ബൻഡും കാനഡയിൽ പോകുമ്പോൾ എന്നെ ഏൽപ്പിച്ചതാ. ചീരുവിന്റെ കയ്യിലുള്ള 20 പവൻ സ്വർണം അവിടെ കൊണ്ടുപോയി വെച്ച് പകരം അതിലുള്ള 20 പവൻ എടുത്ത് പണയം വെച്ചാ പാരമ്പര്യത്തെയും ശാപത്തെയും ഒന്നും പേടിക്കണ്ടല്ലോ. അത് മാമൻ പറഞ്ഞ ശരിയാ. തറവാട്ടിലെ സ്വർണം ഭദ്രമായി ലോക്കറിൽ ഇരിക്കുകയും ചെയ്യും. ലോക്കറിലെ സ്വർണം പണയം വെച്ച് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടത്താം. നമുക്ക് അങ്ങനെ ചെയ്യാം മാമ. പക്ഷേ 20 പവൻ പണയം വെച്ച കാശ് കൊണ്ട് നിന്റെ ആവശ്യം നടക്കില്ലല്ലോ വിനയ. ഇവിടുന്ന് വയ്ക്കുന്ന സ്വർണത്തിന് തുല്യമായ തൂക്കമല്ലാതെ 1 ഗ്രാം സ്വർണം പോലും ലോക്കറിൽ നിന്ന് ഞാൻ കൂടുതൽ എടുക്കത്തില്ല. അത് വേണ്ട മാമ, കൂടുതൽ സ്വർണം വെച്ച കൂടുതൽ എടുക്കാലോ. പിന്നെ തറവാട്ടിന്ന് അനുചേച്ചിക്ക് കിട്ടിയ സ്വർണം കൂടി നമുക്ക് വാങ്ങിക്കാം. അനുചേച്ചിക്ക് ഇപ്പോ ആ സ്വർണം കൊണ്ട് ഒരു കാര്യമില്ല. ഇങ്ങനൊരു ആവശ്യത്തിനാണെന്ന് പറഞ്ഞാ ചേച്ചി തരുകയും ചെയ്യും. എങ്കിലും നമ്മൾ രക്ഷപ്പെട്ടു മാമ. ദൈവമാ മാമനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത്. ചീരു, തക്ക സമയത്ത് നിനക്കിങ്ങനെ ഒരു ബുദ്ധി തോന്നിയതും ദൈവം നമ്മുടെ മുമ്പിൽ കണ്ണു തുറന്നതിന്റെ ലക്ഷണമാ അല്ലേ അമ്മേ? അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? നടക്കുകയാണെങ്കിൽ നല്ലതാ. ആ, ഏട്ടന്റെ മകളും ഭർത്താവും ഉടനെയൊന്നും നാട്ടില് വരില്ലല്ലോ അല്ലേ? വന്നാലും കുഴപ്പമൊന്നുമില്ല. പകരം സ്വർണം അതിലിരിക്കല്ലേ. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അനുവിന്റെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിക്കുന്ന കാര്യം ചീരു ഏറ്റാ മതി. അത് ഞാൻ ഏറ്റങ്ങളെ. ഞങ്ങൾ അനുചേച്ചിയെ കാണാൻ പോകുമ്പോ അങ്കിളും കൂടി വന്നാ മതി. ശരി, എന്നാ പിന്നെ നമുക്കിത് അങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേ? ഞാനെന്നാ അകത്തോട്ട് ചെല്ലട്ടെ. നമ്മള് രക്ഷപ്പെട്ടല്ലേ? നിങ്ങളെ ഓർത്തിട്ടാ അമ്മ ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങളുടെ അച്ഛന് നിങ്ങളെ ഇഷ്ടമല്ലെങ്കിലും എൻ്റെ മക്കൾക്ക് അച്ഛൻ വേണം. ഇപ്പൊ നിങ്ങളുടെ അച്ഛൻ പെൺമക്കളെ കൊണ്ട് യാതൊരു ഉപയോഗം ഉണ്ടാവില്ലെന്ന മൂഢവിശ്വാസത്തില്. അത് നിങ്ങൾ തിരുത്തി കൊടുക്കണം. വളർന്ന് വലുതാവുമ്പോ പെൺകുട്ടികളുടെ കരുത്തും സ്നേഹവും എന്താണെന്ന് നിങ്ങളിലൂടെ നിങ്ങളുടെ അച്ഛൻ അറിയണം. അടുത്തത് നിങ്ങൾക്കൊരു അനുജനായിരിക്കും ജനിക്കാന്നുള്ള വിശ്വാസത്തിലാ നിങ്ങളുടെ അച്ഛൻ. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വാസം പോലെ തന്നെ സംഭവിക്കുമായിരിക്കും. എങ്കിൽ അവന് മാത്രമായിരിക്കും ഇനി
നിങ്ങളുടെ അച്ഛൻ സ്നേഹിക്കാൻ പോകുന്നത്. ആയിക്കോട്ടെ, മക്കളെ സ്നേഹിക്കാൻ അമ്മയെ സ്നേഹിക്കാൻ മക്കളും ഉണ്ടല്ലോ. അച്ഛന്റെ കുഞ്ഞാവയുടെ സ്നേഹം നമുക്ക് ദൂരെ നിന്ന് കാണാം, അല്ലേ? ഇല്ല ചിരു, ഇനി അങ്ങനെ ഒരു വേർതിരിവ് എനിക്ക് ഉണ്ടാവില്ല. ഇവര് എന്റെ മക്കളാ, എന്റെ ചോരയാ ഇവര്. ഇനി ഒരിക്കലും എന്റെ പെൺമക്കളെ ഞാൻ തള്ളി പറയില്ല ചിരു. ഇത് വെറും വാക്കല്ല, ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കണം. നമ്മുടെ 3 മക്കളെയും ഞാനിനി ഒരുപോലെ സ്നേഹിക്കും. മൂന്നാമത്തെ ആള് വന്നില്ലല്ലോ. ആദ്യം നിങ്ങൾ മൂത്ത മക്കളെ സ്നേഹിക്കാൻ പഠിക്കും. പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ കാര്യമില്ല, പ്രവൃത്തിയിലൂടെ തെളിയിക്കുക വേണ്ടത്. ശരി, എനിക്ക് മനസ്സുകൊണ്ടൊന്ന് തയ്യാറാവാനുള്ള ടൈം നീ തരണം. നമ്മളെന്തായാലും സ്വന്തമായൊരു ഷോപ്പ് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലല്ലേ. ഒരു ജോലിയും വരുമാനമൊക്കെ ഉണ്ടാവുമ്പോൾ എൻ്റെ മനസ്സ് ശാന്താവും. പിന്നെ നമ്മുടെ മോൻ ജനിക്കുക കൂടി ചെയ്യുന്നതോടെ അവൻ്റെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ ചിരു? ജോലിയും കൂലിയില്ലെങ്കിൽ സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. മൂത്ത കുഞ്ഞുങ്ങളെ അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണമെങ്കിൽ ഇളയ കുഞ്ഞ് ജനിക്കണം. അതും ജനിക്കുന്നത് ആൺകുഞ്ഞായിരിക്കണം. എന്തായാലും തുറന്നു പറഞ്ഞാൽ നന്നായി. കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ടല്ലോ. ചിരു, നിക്ക്. എവിടെ ഇരിക്കും?